നമസ്കാരം. നമ്മുടെ പുതിയ തലമുറ കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ മറക്കാതെ ഹൃദിസ്ഥമാക്കുന്ന ഒരു പേരായിരിക്കും ഉമ്മൻചാണ്ടിയുടെ ഇതിഹാസ ജീവിതം. ഒരു നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാചകനെ പോലെ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നാടിൻ്റെ വളർച്ചയും വികസനവും മാത്രം സ്വപ്നം കണ്ട് തൻ്റെ സുഖജീവിതമെല്ലാം വേണ്ടെന്ന് വെച്ച് മുഷിഞ്ഞ വസ്ത്രവും ഒതുക്കി വയ്ക്കാത്ത മുടിയുമായി അല്പം പോലും വിശ്രമിക്കാതെ ഈ നാടിൻ്റെ നടുവിലൂടെ നടന്ന കഥ. ഒടുവിൽ അദ്ദേഹത്തെ അപമാനിച്ചു പുറത്തുവിടാതെ അധികാരം ഉറപ്പിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് നീചമായ തിരക്കഥ രചിച്ച് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ ആ മനുഷ്യനെ അപമാനിച്ചു പുറത്താക്കിയതും രോഗം വന്ന് മരണത്തിന് കീഴടങ്ങിയതുമായ വീരേതിഹാസം. അതേസമയം വരും തലമുറ പിണറായിയെക്കുറിച്ചും പഠിക്കാതിരിക്കില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കണാപ്പൻ എന്ന മലബാറിലെ ഒരു കളക്ടറെ കുറിച്ച് പഠിക്കുന്നത് പോലെ ഈ നാട് മുടിപ്പിച്ച് ഇല്ലാതാക്കി ഈ സംസ്കാരത്തെ പടിയടച്ച് പിണ്ടം വെച്ച ഭരണാധികാരി എന്ന നിലയിലായിരിക്കും പിണറായി അറിയപ്പെടുക. ഉമ്മൻചാണ്ടിയുടെ മഹത്വത്തിന് ചേലുകൂട്ടാൻ അദ്ദേഹത്തെ അപമാനിച്ച ഓരോ മനുഷ്യരും പടിപടിയായി കുറ്റമേറ്റു പറയുന്ന കഥയുണ്ടാവും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ CPIM ഒരുക്കിയ കെണിയിൽ വീണുപോയി അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് കൂട്ടുനിന്നതിന് ആദ്യം മാപ്പ് പറഞ്ഞത് മറുനാടനായിരുന്നു. ആ മാപ്പിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഈ ഹീനകൃത്യത്തിൽ സകല ചാനലുകൾക്കും പത്രങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെങ്കിലും മറുനാടന് മാത്രമേ നേരിട്ട് കണ്ട് മാപ്പ് പറയാൻ തോന്നിയിരുന്നുള്ളൂ. അന്ന് എല്ലാ വൃത്തികേടുകളും ആസൂത്രണം ചെയ്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്നും ഒഴിവാക്കാൻ നേതൃത്വം കൊടുത്ത പിണറായി മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അധികാരത്തിലെത്തിയതിനു ശേഷം ഉമ്മൻചാണ്ടിയുടെ സൽപ്പേരിൽ കുണ്ഠിതനായി എങ്ങനെയെല്ലാം ഇല്ലാതാക്കാമോ അങ്ങനെയെല്ലാം ഇല്ലാതാക്കാനും ശ്രമിച്ചു. മാധ്യമ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്ന വാർത്തകൾ പുറത്തുവിട്ട മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ക്ഷമിക്കാം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്ന നിലയിൽ ആ കാലയളവിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായിയും സംഘവും ഉയർത്തിയ ആരോപണങ്ങളും ക്ഷമിക്കാം. എന്നാൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാനും മെനക്കെടുത്താനും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ലത് പറയുന്നവരെ കൊണ്ടൊക്കെ അത് തിരുത്തിക്കാനും വേണ്ടി പിണറായി നടത്തിയ ഗൂഢാലോചന ക്ഷമിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അഴിമതിക്കാർക്കെതിരെയും വർഗീയ വീരന്മാർക്കെതിരെയും ഒന്നും ചെറുവിരലനക്കാൻ ധൈര്യമില്ലാത്ത പിണറായി ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്തത് പ്രകൃതി വിരുദ്ധ പീഡനമടക്കമുള്ള കേസുകളാണ്. അന്ന് മന്ത്രിസഭാ സമ്മേളനത്തിന് ശേഷം വലിയ ആവേശത്തോടു കൂടി പിണറായി ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കുന്ന കാര്യം പറഞ്ഞത് ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ വേദനയോടെയുണ്ട്. എന്നിട്ട് എന്തായി? ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്നും കേസെടുക്കാൻ കഴിയില്ലെന്നും ഒന്നല്ല, ചുമതലയേൽപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഒരുപോലെ പറഞ്ഞു. ഒടുവിൽ അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതിയായ ഒരു സ്ത്രീയെ കൊണ്ട് നിർബന്ധിച്ച് പരാതി എഴുതി വാങ്ങിയും അവരെ കൊണ്ട് കേസെടുപ്പിക്കുകയായിരുന്നു പിണറായി. ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ഒക്കെ അന്വേഷിച്ച് തെളിവില്ല എന്ന് കണ്ട് കൈയൊഴിഞ്ഞപ്പോൾ CBIക്ക് വിട്ടു. CBI തന്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു എന്നത് മാത്രമാണ് ആശ്വാസമായത്. അപ്പോഴേക്കും അദ്ദേഹം മരണക്കിടക്കയിൽ ആയിക്കഴിഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിയോട് പിണറായി ചെയ്തത് കാലം എത്ര മാറിയാലും ലോകം മറക്കാൻ പോകുന്നില്ല. കാരണം ഇതുവരെ ഉമ്മൻചാണ്ടിയോട് ഒരു സോറി പറയാൻ പോലും പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ പിണറായി സോറി പറയും എന്ന് വിശ്വസിക്കുന്നവർ വിഡ്ഢികളാണ് എന്ന് പറയേണ്ടി വരും. തിന്മ മാത്രം ചെയ്ത് ഗൂഢാലോചനകൾ മാത്രം നടത്തി നാടിന്റെ രക്ഷകൻ എന്ന വ്യാജബിംബമുണ്ടാക്കി അധികാരത്തിൽ കയ്യേറി തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിച്ച, പരിസരത്തുള്ള സകലരെയും ശത്രുക്കളായി കണ്ട് അധിക്ഷേപിച്ച, നിരപരാധികളെ കള്ളക്കേസെടുത്ത് വേട്ടയാടി ജയിലിലടച്ച് അധികാരം ആഘോഷത്തിനുള്ളതാണ് എന്ന് കരുതി ജീവിക്കുന്ന പിണറായി എന്തെങ്കിലും കുറ്റം സമ്മതിക്കുമോ, മാപ്പ് ചോദിക്കുമോ? അങ്ങനെ പിണറായി കുറ്റം സമ്മതിക്കാനും മാപ്പ് ചോദിക്കാനും ശ്രമിച്ചാൽ അതിന് മാത്രമേ അദ്ദേഹത്തിന് നേരമുണ്ടാവൂ. എന്നാൽ ഉമ്മൻചാണ്ടിയെ അപമാനിച്ച ഓരോരുത്തരായി അവരുടെ പ്രവൃത്തിക്ക് മാപ്പ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. മറുനാടൻ തുടങ്ങിവെച്ച ആ മാപ്പ് ചോദിക്കൽ PC ജോർജിലും ഗണേഷ് കുമാറിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ എത്തി മുമ്പോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ പിണറായിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് മാപ്പ് ചോദിക്കുന്നതും നിരപരാധി എന്ന് പറയുന്നതും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദനും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാനുമാണ്. MV ഗോവിന്ദൻ എന്തുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെ ഉദാഹരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്.
അല്ല, കേസിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായ പ്രശ്നം അതല്ലേ. പൊതുവായിട്ടൊരു കേസെടുക്കാൻ പറ്റുമോ? അതിനിപ്പോൾ കോടതിയുടെ മുമ്പിൽ വരികയാണ്. നമ്മൾ തർക്കിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. അത് നമുക്കറിയാലോ. ഇതിൻ്റെല്ലാം മുമ്പിലുള്ള പല കേസുകളുടെയും ചിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ മേലെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് പ്രശ്നം? നമ്മൾ കോടതിയും വിവരങ്ങളും എല്ലാം ഉള്ളവരല്ലേ. അതായത് ഉമ്മൻചാണ്ടി നിരപരാധിയായിരുന്നു, തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പാർട്ടി സെക്രട്ടറി ജനങ്ങളോട് പറയുന്നു. മാപ്പെന്ന വാക്കില്ലെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ഉമ്മൻചാണ്ടി നിരപരാധിയായിരുന്നു എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ മാപ്പായി മാറുന്നു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരു പടി കൂടി കടന്ന് നിരപരാധികളെ ഇങ്ങനെ വേട്ടയാടാൻ കഴിയുമോ? ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിട്ട് എന്തായി എന്നാണ് ചോദിക്കുന്നത്. സജി ചെറിയാൻ ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു നിരപരാധിയെ വേട്ടയാടിയതിന്റെ കുറ്റബോധം തനിക്കും തന്റെ പാർട്ടിക്കുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സജി ചെറിയാന്റെ പ്രസ്താവന. കാര്യം, സജി ചെറിയാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് രഞ്ജിത്ത് എന്ന ഇടതുപക്ഷക്കാരനായ സിനിമാക്കാരനെയാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം ഏറ്റുപറയാനുള്ള ആ നല്ല മനസ്സ് കാണാതെ പോവരുത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ രണ്ട് പ്രസ്താവനകളെയും കുംഭസാരം എന്ന നിലയിൽ ഏറ്റെടുത്തു. ഇതാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ഈ നാട്ടിൽ മരിച്ചതിനു ശേഷവും അവശേഷിക്കുന്ന വെളിച്ചത്തിന്റെ ഉദാഹരണമായി മാറുന്നത്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ അപമാനിച്ചവരൊക്കെ മുട്ടുമടക്കുന്ന കാഴ്ച കണ്ട ഉമ്മൻചാണ്ടി മരിച്ചതിനു ശേഷം സ്വർഗത്തിലിരുന്നു കൊണ്ട് തന്നെ വേട്ടയാടിയ അവശേഷിക്കുന്നവർ കൂടി മാപ്പ് പറയുന്ന കാഴ്ച കാണുന്നു. ഇനിയും ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയാൻ രണ്ട് പേർ മാത്രമേ ബാക്കിയുള്ളൂ, പിണറായിയും സരിത നായരും. പിണറായിയിൽ നിന്ന് ആരും അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ രോഗബാധിതയായ സരിത അതെന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷ എനിക്കിപ്പോഴുമുണ്ട്. സരിതയോട് ഒന്നിലധികം തവണ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. സരിതയുടെ മാപ്പ് കൂടി ഉണ്ടായാൽ മാത്രമേ പിണറായി എന്ന കുറ്റബോധം ലവലേശമില്ലാത്ത മനുഷ്യൻ ഇക്കാര്യത്തിൽ ഒറ്റപ്പെടുകയുള്ളൂ.